അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയത്തിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനെ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് നീണ്ട നിര നമുക്കുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിന് ഒരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചകൾ നമ്മൾ പൊതുവായി പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവുമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നമ്മളെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമുക്ക് എതിരാതിന് തുല്യമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പ് കിട്ടുന്ന 6 കാര്യങ്ങളുണ്ട്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ആശയം. വെറുതെ വലിച്ചു നീട്ടി നിങ്ങൾ സമയം കളയുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം വിശദീകരിക്കേണ്ട കാര്യങ്ങൾ ശരി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ അങ്ങനെ കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങളാണെങ്കിൽ, നേരത്തെ ഒരു കമന്റ് കണ്ടു, കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ 2-3 മിനിറ്റ് പറഞ്ഞാൽ പോരെ. വിശദീകരിക്കേണ്ട കാര്യം വിശദീകരിക്കണമല്ലോ. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി വളരെ കുറച്ചാണ് പറയുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ അതും കേൾക്കാൻ സമയമില്ലാത്തവർ കേൾക്കണമെന്നില്ല. ഇത് ആഗ്രഹത്തോടെ ഇത് കേൾക്കാൻ സമയം കണ്ടെത്തിയിരിക്കുന്നവർക്കാണ് ഈ ക്ലാസ് എടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ പൊരുത്തത്തോട് ജീവിക്കുമ്പോഴാണ് ഈമാൻ പൂർത്തിയാവുക. ഈമാൻ പൂർത്തിയാകുമ്പോഴാണ് ഈമാൻ പൂർത്തിയായി മരിക്കാൻ കഴിയുക. അങ്ങനെ മരിക്കുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടന്നു പോകാൻ കഴിയുക. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. വിശ്വാസികൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ തൃപ്തി കരഗതമാക്കുക. അല്ലാഹുവിന്റെ വെറുപ്പ് വാങ്ങുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്ന 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധമായി വരുന്ന ചില കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വെറുപ്പ് കിട്ടുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്കറിയില്ല. നമ്മൾ നിത്യമായി ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് അള്ളാഹിന്റെ വെറുപ്പ് കിട്ടുന്ന, നമുക്ക് ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുന്ന, നമ്മുടെ മരണസമയത്ത് തൗബ ചെയ്യാൻ കഴിയാത്ത, കലിമ പറയാൻ കഴിയാത്ത, അള്ളാഹുവിൻ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന മണ്ണറയാകുന്ന ഖബർ ജീവിതം വല്ലാത്ത ഇടുക്കമാകുന്ന, പരലോകത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത, അത്രമാത്രം വലിയ അദാബൻ ശദീദ, വലിയ ശിക്ഷയുടെ വലിയ വലിയ വന്മതിൽ തീർക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കാം നമ്മുടെ പാകപ്പിഴവ്. ആ തിരിച്ചറിവ് ഉണ്ടാകലാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മുടെ ഉദ്ദേശം. നമുക്കെല്ലാം അറിയാന്നുള്ള വാദമില്ല. അള്ളാഹിന്റെ റസൂൽ ഒരുപാട് അറിവുള്ളയാളാണ്. നിബിധങ്ങൾ പറഞ്ഞു നിസ്ഫുൽ ഇൽമു ലാ അദ്രി എന്നാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ എന്താണ്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് വളരെ കുറച്ച് മാത്രമല്ലാതെ എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ. അള്ളാഹു മുത്തുനബി തങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇൽമ്. അത്രമാത്രം ഇൽമുണ്ടായിരുന്നിട്ട് നമ്മുടെയൊക്കെ കാര്യം എന്താ? അപ്പൊ ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ കാര്യം നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരാം. നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ കാണാം 6 കാര്യങ്ങൾ അള്ളാഹിന് വെറുപ്പാണ്. അതായത് 6 സമയത്ത് ചിരിക്കലും 6 സമയത്ത് ഉറങ്ങലും, 3 സമയത്ത് ചിരിക്കലും 3 സമയത്ത് ഉറങ്ങലും അള്ളാഹിന് വെറുപ്പാണ്. അങ്ങനെ 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പലപ്പോഴും ചിരി കൂടുതലാണ് നമുക്ക്, അല്ലേ? നമുക്ക് എപ്പോഴും തമാശയാണ്. നമുക്ക് ജീവിതമേ ഒരു തമാശയാണ്. എപ്പോഴും കളിയും തമാശയുമായി നടക്കുന്നവരാണ്. മരിക്കുമെന്ന ചിന്തയില്ല, പരലോകമെന്ന ചിന്തയില്ല, ഖബറിനെ പറ്റി ചിന്തയില്ല, അള്ളാഹു നമുക്ക് ചോദ്യം ചെയ്യുമെന്ന ചിന്തയില്ല. ജീവിക്കുമ്പോൾ അങ്ങ് തിന്ന് രസിച്ച് രമിച്ച് ആനന്ദിച്ച് അങ്ങ് ജീവിച്ചൂടെ? മരിക്കുമ്പോ പിന്നെ നോക്കിയാൽ പോരെ ഉസ്താദെ, മരിച്ചപ്പോൾ കുറച്ച് യാസീൻ ഓതി വെച്ചിട്ടുണ്ട്, കുറച്ച് ഹജ്ജുണ്ട്, കുറച്ച് ഉംറയുണ്ട്, കുറച്ച് നിസ്കാരങ്ങളുണ്ട്, അതൊക്കെ അങ്ങ് ശരിയാകും. അല്ല കരുണാവാരിധിയല്ലേ, അല്ല പുറത്തു തരുമെന്ന് നിങ്ങൾ മഠയന്മാരായി അന്ധന്മാരായി നിങ്ങൾ മാറാൻ പാടില്ല. നബിതങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ വിഷയം, നമസ്കാരത്തിൽ ചിരിക്കാൻ പാടില്ല. നിസ്കാരത്തിൽ കളിയാണ്. നമസ്കാരം അസ്വലാത്തു മുനാജാത്തുലില്ലാ, അള്ളാനെ കണ്ടുമുട്ടുന്ന നമസ്കാരം, അല്ലേ? ഈ പരിശുദ്ധമായ റജബ് 27 വരുന്ന ശനിയാഴ്ച റജബ് 27 നോമ്പാണ്. എൻ്റെ ഉമ്മമാരെ എല്ലാവരും കൃത്യമായി നോമ്പെടുത്തിരിക്കണം. റജബ് 27 കൃത്യമായ എല്ലാവരും നോമ്പെടുത്തിരിക്കണം. അത് നിർബന്ധമല്ല, പക്ഷെ നമ്മൾ പിടിക്കൽ നമുക്ക് ബാധ്യതയാണ്. കാരണം റജബ് മാസം, റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അള്ളാന്റെ മാസമാണ്. ആ മാസത്തിൽ നോമ്പെടുത്താൽ അള്ളാഹു വലിയ പ്രതിഫലം തരുമെന്നാണ്. അള്ളാഹു ഭാഗ്യം. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ, നാളത്തെ ക്ലാസ്സിൽ മറ്റന്നാളത്തെ നോമ്പിന്റെ പ്രകാരം നമുക്ക് പറയാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൽ ചിരിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ നമസ്കാരത്തിൽ ചിരിയാണ്, നമ്മൾ നിസ്കാരത്തിൽ ഇങ്ങനെ ചിരിക്കും പാടില്ല. ആ നമസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ്. രണ്ടാമത്തെ
രണ്ടാമത്തത് മയ്യത്തിന്റെ ചാരത്ത്. നിസ്കാരം ചിലപ്പോൾ നമ്മൾ ചിരിക്കൂല, അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നവരുണ്ടാകും. പക്ഷെ മയ്യത്തിന്റെ ചാരത്ത് ചിരിക്കാൻ പാടില്ല. അള്ളാഹ് ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. നിബിധങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? കഫാബിൽ മൗത്തി വാഇള, മരണമാണ് നമ്മുടെ ഏറ്റവും വലിയ ഉപദേശകൻ. ആ മരണ വീട്ടിൽ പോയാൽ കാണൽ ഹലാലാണ് ആണെങ്കിൽ നമ്മൾ കാണുക, അല്ലെങ്കിൽ അവിടെ പോയി ഖുർആൻ ഓതുക. നമ്മൾ അപ്പോഴാണ് അയൽവാസികളെയൊക്കെ ഒരുമിച്ച് കാണുക. കുറേ നാളുകളായി കണ്ട ബന്ധുമിത്രാദികൾ അപ്പോഴാണ് കാണുക. എടിയേ എന്താ വിശേഷം, നിന്നെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് തമാശയും വർത്തമാനങ്ങളുമാണ്. അള്ളാഹു വെറുക്കും. അള്ളാഹിന്റെ ശാപം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ദേഷ്യം നിന്റെ മേലുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ചിന്തിക്ക്, മരണം എന്ന് പറയുന്ന അത്യത്ഭുതം, അതും കാർന്നു തിന്നൊരു ജീവിതത്തിന്റെ മുന്നിൽ നമുക്ക് ഗുണപാഠമാകേണ്ട മുന്നിൽ നിന്ന് വർത്തമാനം പറയൽ, ചിരിക്കൽ പാടില്ല. മരണ വീട്ടിൽ ചിരിക്കരുത്. മയ്യത്തിന്റെ മുന്നിൽ, ഖബറിന്റെ ചാരത്ത് ചിരിക്കരുത്. നമ്മൾ കരയണം. പടച്ചവനെ, ഇന്നാ മനുഷ്യനാണെങ്കിൽ നാളെ ഞാനാണ്. ഖബറാളികളുടെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണിക്കോളാൻ വിധങ്ങൾ പറഞ്ഞത്. നാളെ ആ കട്ടിലിന്റെ സ്ഥാനത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ ആ കട്ടിലിൽ നമ്മളാണ് കിടക്കേണ്ടതെന്ന് മറന്നു പോകരുത്. കട്ടിലിൽ പോലും കിടക്കാൻ നമ്മുടെ ശരീരം കിട്ടുമോന്നറിയില്ല. കത്തിക്കരഞ്ഞ എത്രയോ ശരീരങ്ങൾ, വെള്ളത്തിൽ വീണിട്ട് കിട്ടാത്ത എത്രയോ ശരീരങ്ങൾ, ചതഞ്ഞരഞ്ഞ പോയ ശരീരങ്ങൾ. അല്ലാഹ് കാക്കട്ടെ. പ്രിയമുള്ളവരെ, മയ്യത്തിന്റെ മുന്നിൽ ചിരിക്കാൻ പാടില്ല. മൂന്നാമത്തത് ഖബറിന്റെ ചാരത്ത്. ഖബറിന്റെ ചാരത്ത്, മയ്യത്തിന്റെ മുന്നിൽ, ഖബറിന്റെ ചാരത്ത്, നിസ്കാരത്തിൽ ഈ 3 സമയത്ത് ചിരിക്കാൻ പാടില്ല. അല്ലാഹ് കാക്കട്ടെ. ഇനി ഉറങ്ങാൻ പാടില്ലാത്ത 3 സമയങ്ങൾ. 1, നമസ്കാരത്തിൽ ഉറങ്ങാൻ പാടില്ല. നമ്മൾ ദുഹ്റിസ്കരിക്കുമ്പോഴും സുബഹിസ്കരിക്കുമ്പോഴും പാടില്ല. നമസ്കാരത്തിൽ ഉറങ്ങുന്നവരെ അള്ളാന്റെ ശാപം നിങ്ങൾ എഴുതി വെച്ചോ. നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഉറങ്ങല്ലേ, നമസ്കാരത്തിൽ ഉറങ്ങാൻ പാടില്ല. മറ്റൊന്ന്, ദിക്റിന്റെയും ഇൽമിന്റെയും മജ്ലിസിൽ നിന്ന് ഉറങ്ങാൻ പാടില്ല. ദിക്ർ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് 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 മൊബൈൽ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, ഒരു ഉറക്കമില്ല. ദിക്ർ ചൊല്ലുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഉറക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതാണ്, ഈ കോട്ടുവായാണ്. ഖുർആൻ എപ്പോൾ എടുക്കും അപ്പൊ കോട്ടുവായാണ്. എന്തേ? നമുക്ക് അതിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നില്ല, അതിന്റെ മാധുര്യം നമുക്ക് കിട്ടുന്നില്ല. ഖുർആൻ ഓതുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുമ്പോ, ഇൽമിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോ നമ്മൾ ഉറങ്ങാൻ പാടില്ല. അള്ളാഹു നമ്മളെ ശപിക്കുമെന്ന് ആരംഭപ്പൂവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. മൂന്നാമത്തത്, സുബഹിക്ക് ശേഷവും ഇശാ മഗ്രിബിന്റെ ഇടയിലും ഉറങ്ങിയാൽ അള്ളാഹിന്റെ ശാപം ഉണ്ടാവും. അസ്ർ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. അത് തലയ്ക്ക് ബുദ്ധിയുടെ സ്ഥിരത മാറുന്നതാണ്. ഭ്രാന്ത് വരുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് വേറെ വിഷയം. പക്ഷെ അള്ളാഹ് വെറുക്കുന്ന 2 സമയം. ഒന്ന്, സുബഹിക്ക് സമയം. സുബഹിസ്കരിക്കും, ഒരൊറ്റ ഉറക്ക സുബഹി കഴിഞ്ഞ് പിന്നെ 9 മണിക്ക് എണീക്കുള്ളൂ. എന്നിട്ട് പറയണെന്താ? ബറക്കത്തില്ല. അള്ളാഹു ബറക്കത്തിറക്കുന്ന സമയം സുബഹിന്റെ സമയം. സൂര്യോദയം വരെ ഉറങ്ങാൻ പാടില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ചിലപ്പോൾ 1/2 മണിക്കൂർ ഉണ്ടാവും. അതുപോലെ പിടിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക്. ആ സുബഹിന് ശേഷം ഉറങ്ങരുതേ, അത് അള്ളാന്റെ ശാപം ഇറങ്ങും. ആ വീട്ടിൽ ബറക്കത്തില്ല, ആ തൊഴിലിൽ ബറക്കത്തില്ല, സമ്പത്തിൽ ബറക്കത്തില്ല. മക്കൾ നിനക്ക് തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊന്ന്, ഇശാ മഗ്രിബിന്റെ ഇടയിലാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സമയം പാഴാക്കാനുള്ളതല്ല, ദുനിയവിയായ വർത്തമാനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, സിനിമ, സീരിയൽ, ടെലിഫിലിമുകൾ, റീൽസുകൾ കാണാനുള്ളതല്ല. അല്ലാഹുവിലായി ദിക്റുകൾ, ദുആകൾ, സൂറത്തുൽ മുൽക്കും വാഖിഅയും സൂറത്തുൽ യാസീനും സൂറത്തുർ റഹ്മാനും ഒക്കെ ഓതി ദിക്റും ദുആയും ഒക്കെ ചൊല്ലേണ്ട സമയമാണ്. ആ സമയത്ത് ഉറങ്ങല്ലേ, ഉറക്കത്തിലാക്കി കളയല്ലേ, നിങ്ങൾ പാഴാക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 സന്ദർഭങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ വെറുക്കുന്ന സമയമാണ്. റബ്ബ് വെറുത്താൽ എന്താ പ്രശ്നം? റബ്ബ് വെറുത്താൽ പിന്നെ ജീവിതത്തിൽ ബറക്കത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ട, നല്ല മരണം പ്രതീക്ഷിക്കേണ്ട. ഖബറിൽ അല്ലാഹ് ശിക്ഷയുണ്ട്. പിന്നെ അള്ളാഹു തിരിഞ്ഞു പോലും നോക്കൂല എന്നാണ്. റബ്ബ് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? എൻ്റെ പ്രിയമുള്ളവർ, ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നമ്മൾ എന്തു വന്നാലും അള്ളാഹ് കാലൊന്ന് തട്ടി അള്ളാഹ് നമ്മൾ വിളിക്കും. ആ പടച്ചോന്റെ വിളി, ആ പടച്ചോൻ നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ, ആ പടച്ചോൻ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതം? അള്ളാഹിനോടൊപ്പം നമുക്ക് ഉണ്ടാവണം. അള്ളാഹ് നമ്മുടെ കൽബിലുണ്ടാകണം. അള്ളാഹുവാണ് നമ്മുടെ എല്ലാം അയക്കണം. അള്ളാഹു പടച്ചവനെ തവക്കുലാക്കി ജീവിക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അള്ളാഹ് ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അള്ളാഹ് വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലും അതുപോലെ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. ഇൻഷാ അള്ളാഹ് ആ മജ്ലിസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിലൂടെ ചാനലിൽ കയറാം.
അള്ളാഹു സ്വീകരിക്കട്ടെ. 10,000 സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ്. അൽഹംദുലില്ലാ, ചരിത്ര പഠനമാണ്, പാടിയും പറഞ്ഞും ചരിത്രം പഠന വേദിയാണ്. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന കമന്റിലൂടെ, അതുപോലെ ബദറും തീരം എന്ന ചാനലിലെ കമന്റിലൂടെ കമന്റുകൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കട്ടെ. എന്ത് നിയ്യത്താണോ ഇടുന്നത് അള്ളാഹ് കബൂലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.